എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇന്നത്തെ എനർജി? ആദ്യം തന്നെ ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ് വന്നത്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഫെർട്ടിലിറ്റി, heartache and loss. Patience, harmony, sacrifice, passion, ignited വന്നിട്ടുണ്ട്. Emotional loss, prosperity gains, firm foundation. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ് ആദ്യം തന്നെ വന്നത്. അപ്പം നിങ്ങൾ കുറേയധികം ആൾക്കാർ എന്തോ ഒരു വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ എനർജി കുറച്ച് ആൾക്കാർക്ക്, ഞാനത് ആ കാർഡ് ആദ്യം വന്നത് കൊണ്ടാണ് അതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് പറയാൻ ആഗ്രഹമില്ല, പക്ഷേ അത് കുറച്ച് ആൾക്കാരുടെ എനർജിയാണത്. വിഷമമാണ്. എന്ത് ചെയ്യും എന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഒരു ജയിലിലിട്ട പോലത്തെ അവസ്ഥയുണ്ട് കുറച്ചധികം ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് അത് കടബാധ്യതയായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുള്ള ആൾക്കാർ അത് എങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷനിലല്ലേ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഈ കുറേയധികം ആൾക്കാർ. അപ്പോൾ ചിലപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഡേറ്റിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കാം. അത് പറ്റുമോ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് നടക്കുമോ എന്ന് നോക്കാം. അത് തന്നെ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങൾ വിഷമിക്കേണ്ടതുണ്ടോ എന്നാണ് നോക്കാം. കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ അങ്ങനെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ടെൻസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്കത് നടക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഒരു മറ്റുള്ളവരെന്തോ ഒരു കാര്യം ചെയ്തത് കൊണ്ട് ഒരു ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഭയമാണ് യഥാർത്ഥത്തിൽ. ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ അതിനുള്ള വഴി ദൈവം കാണിച്ചു തരും നിങ്ങൾക്ക്. കാരണം അടുത്ത വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന ഒരു കാര്യമായിരിക്കാം ഇത് കേട്ടോ. നിങ്ങളുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയൊരു കാര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിത് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പറ്റാത്ത കാര്യമായിരിക്കാം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് മിസ്റ്റേക്സ് പറ്റാത്ത മനുഷ്യരാരും തന്നെ ഇല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. നമ്മളുടെ മിസ്റ്റേക്സ് നമ്മളോട് നമ്മൾ പുറത്തു കൊടുക്കുക, നമ്മളോടും കരുണ കാണിക്കുക. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന മറ്റൊരാളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ പൂർണ്ണമായി അവർക്ക് ക്ഷമിച്ചു കൊടുക്കും. പക്ഷെ നമ്മളോട് നമ്മൾ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തും. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണെന്നുള്ളൊരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അതങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ കരുണയോടെ ഇരിക്കേണ്ടത് നമ്മളോടാണ്. നമ്മളും കരുണയും ഒരു ക്ഷമയൊക്കെ അർഹിക്കുന്നുണ്ട്. നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് സ്നേഹിക്കുക, നമ്മളോട് കരുണ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിക്ടറിയാണ് വരുന്നത്. ശരിക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത്രയും കാലം ട്രാപ്ഡായിരുന്നത് അതിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ജയം വരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വിജയം തന്നെയാണ് അതിൽ കിട്ടുന്നത്. അത്
ഏത് തരത്തിൽ ട്രാപ്പിലായിരിക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഒരു പ്രണയത്തിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിംഗ് വന്ന ആൾക്കാരുണ്ടായിരിക്കും ഇതിനകത്ത്. അതിൽ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടായിരിക്കും. ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ ഒരു ട്രാപ്പിൽ പെടുത്താൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാപ്പിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ട്രാപ്പിൽ നിന്നും അവർ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിലും വിഷമിക്കേണ്ട. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഒരു നിങ്ങൾ വർക്ക് പ്ലേസിൽ ഒരു ട്രാപ്പിലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് വിക്ടറി ആണ് എന്ന് കാണും. കാരണം തൊട്ടടുത്ത കാർഡ് കിട്ടിയത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പം ട്രാപ്പിലാണ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട, അതിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾ ആക്ഷൻ എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം ഒരു കൈ നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ ഫെർട്ടിലിറ്റി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ കുട്ടികളില്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഒരു കുട്ടികളുണ്ടാകും എന്ന് കാണുന്നുണ്ട്. അതിനുള്ള പോസിറ്റീവായിട്ടൊരു റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ക്രിയേറ്റീവായിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് കുറേ കാലം കൊണ്ട് മനസ്സിൽ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നുവെങ്കിൽ നിങ്ങളുടെ അത് പാഷനായിരിക്കും കേട്ടോ. നിങ്ങളുടെ പാഷൻ ഫെർട്ടിലിറ്റിയിൽ തൊട്ട് താഴെ വന്ന കാർഡ് പാഷനാണ്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ പാഷനാണത്. നിങ്ങൾ ഇതുവരെ വേണ്ട എന്ന് വെച്ചിരുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല ആ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള ഒരു കാര്യം അത് നിങ്ങൾ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളത് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. നിങ്ങൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായിരിക്കാം. അതെന്തായാലും നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് ആണ്. ഇത് സെയിം ആണ്. നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു നഷ്ടം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ശരിക്കും വിഷമത്തിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ഭയങ്കര വേദനയുണ്ട്. കാരണം നിങ്ങൾക്ക് അതിൽ ഭയങ്കര വേദന, നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല എന്നുള്ളതാണ്. ആ നഷ്ടത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ്. നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുക. നിങ്ങളിപ്പോൾ വേറെ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ഇത്രയും പെയിനിലിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഓവർ ഡിപ്പെൻഡൻസി പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ മാത്രം ആശ്രയിക്കുക. മറ്റൊരാളിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിനായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ആൾക്കാരുണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരു എഫേർട്ട് എടുത്താൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ളതാണെങ്കിൽ ആ ആളുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ആളില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, അതൊന്നും മാറരുത് എന്നാണ് പേഷ്യൻസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്ത് കാര്യമായാലും പെട്ടെന്ന് അത് നടക്കണം എന്നില്ല. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ഒരു ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് വിക്ടറി വരും എന്നുള്ളതാണ്. പിന്നെ ഹാർമണിയാണ്. ഇതിൽ ചില ആൾക്കാർക്ക് ഒരു യൂണിയനാണ് കേട്ടോ. ലവേഴ്സ് കാർഡാണിത്. അപ്പോൾ യൂണിയനാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ചില ആൾക്കാർക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു വ്യക്തിയെ ആണെങ്കിൽ ആ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായിരിക്കാം, അതും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പേഷ്യൻസോടുകൂടി ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമ വേണം എന്നുള്ളതാണ്. സാക്രിഫൈസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചത്, നിങ്ങൾ
സാക്രിഫൈസ് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ, നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച കാര്യമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം നിങ്ങൾ മാറ്റിവെച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. പലരും അങ്ങനെയാണ്. ചിലപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ ഹസ്ബൻഡിനും കുട്ടികൾക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ വൈഫിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കും. അവരവർക്കുള്ള ആ ഒരു നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പലരും അങ്ങനെയാണ് എന്ന് കാണുന്നത്, സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അപ്പോൾ അവരും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറി അവരും അവർക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ മറ്റുള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങൾ കൂടെയുള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ വല്ലപ്പോഴും നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയും ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. പലപ്പോഴും നിങ്ങളെപ്പറ്റി മറന്നു പോകുന്നു എന്ന് ആണ് ഡിവൈൻ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളെപ്പറ്റി മറക്കാതിരിക്കുക. നിങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളും കരുണയും സ്നേഹവും ഒക്കെ അർഹിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്നും വാങ്ങാൻ പോകാതെ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കി നിങ്ങളെ നന്നായിട്ടൊന്ന് കാണുക. നിങ്ങൾ പലപ്പോഴും അവനവനെ മറന്നാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് സാക്രിഫൈസ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സാക്രിഫൈസ് ചെയ്യേണ്ടെന്നല്ല, അത് നമ്മളെ മറന്ന് നമ്മൾ ഒരു കാര്യവും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം തിരിച്ച് അത് പ്രതീക്ഷിക്കും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അത് തിരിച്ച് പ്രതീക്ഷിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ പോലും ഏറ്റവും നല്ലൊരു കാര്യമല്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ നന്നായി ഒന്ന് നോക്കുക. നിങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അതെങ്ങനെയാണോ അത് നിങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുക. ഇത് മാറ്റണം, ഇത് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വണ്ണം കൂടുതൽ തന്നത് എന്തിനാണ്, ഞാൻ എന്താണ് ഇങ്ങനെ വണ്ണം കുറഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് എനിക്ക് തലമുടി ഇല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് കഷണ്ടിയായിപ്പോയത് എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുക. എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുക. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. ആദ്യം നമ്മളെ സ്നേഹിക്കുക. അപ്പം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഇതിനകത്ത്. നിങ്ങൾ കുറേ മാറണം അങ്ങനെയൊക്കെ. നിങ്ങൾ ഹെൽത്ത് വൈസ് അങ്ങനെയല്ല കേട്ടോ പറയണത്. ഹെൽത്ത് വൈസ് നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക. പക്ഷെ നിങ്ങളെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. അത് ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഇല്ല എന്ന് കാണുന്നുണ്ട്. ഇതിൽ കുറേയധികം ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ഇപ്പോൾ ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ്, ഇമോഷണൽ ലോസ് നിങ്ങൾക്കൊരു വിഷമം തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. ഒരു ലോസിൻ്റെ എനർജി, നഷ്ടത്തിൻ്റെ എനർജി. അപ്പം നഷ്ടപ്പെട്ടത് മാത്രമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ആണ്. നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടമൊക്കെ ലാഭമാക്കി വരും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും. കാരണം പ്രോസ്പെരിറ്റി ബിഗിൻസ് ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് കാണുന്നത്. അത് കാശ് നഷ്ടമായാലും നമ്മളെ വ്യക്തികളാണ് നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും അതെല്ലാം തിരിച്ചു വരും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ നടക്കും. നിങ്ങൾ ഇപ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായിത്തീരും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ആർക്കോ നിങ്ങളോട് ഡിസെപ്ഷൻ ആൻഡ് എൻവി ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഈ ഒരു ഡിസെപ്ഷൻ ആൻഡ് എൻവി കൊണ്ടായിരിക്കാം, അപ്പോൾ നിങ്ങളോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുത്തിയത്, അങ്ങനെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അവർ കൂടെ നിന്ന് നിങ്ങളെ ട്രാപ്പിലാക്കിയതായിരിക്കാം ചിലപ്പോൾ. അത് ഈ ഫസ്റ്റ് കാർഡ് വന്നത് ട്രാപ്പ് ആൻഡ് ഫിയറും, ലാസ്റ്റ് കാർഡ് ബോട്ടം വന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ട്രാപ്പിലാക്കിയത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ വിശ്വസിച്ച് ചിലപ്പോൾ കുറച്ച് പൈസ അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആ
ആളിന് ഇപ്പം നിങ്ങളോട് വൈരാഗ്യമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക. വൈരാഗ്യമുള്ളവർ അവർ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് പോകട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരിക്കൽ പറ്റിച്ചവർ വീണ്ടും പറ്റിക്കും, അതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ഷമിക്കാം, പക്ഷേ അത് മറക്കണ്ടത് മനസ്സിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വീണ്ടും വീണ്ടും ചീറ്റ് ചെയ്യപ്പെടാതിരിക്കും. കാരണം ഒരു ചീറ്റിംഗ് ചെയ്ത ഒരാളിന് തീർച്ചയായിട്ടും ആ ഒരു ചീറ്റിംഗ് ടെൻഡൻസി അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അവർ എന്തായാലും അത് മറക്കാൻ പോണില്ലല്ലോ. അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർ പൂർണ്ണമായി മാറുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ മറ്റുള്ളവരെ ആയാലും എല്ലാ കുറ്റത്തോടും കുറവുകളോടും കൂടി അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എനർജി ആണ് ഇന്ന ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.